ഹോട്ടലിലെ പോലെ പൂരി മസാല വീട്ടിലുണ്ടാക്കാമെന്ന് പറഞ്ഞ് വിശ്വസിക്കുമോ? ഈ ഒരു റെസിപ്പി കണ്ടാൽ ഇനി പുറത്തു നിന്നാലും വാങ്ങുകയില്ല. ആദ്യം 3 ഉരുളക്കിഴങ്ങെടുത്ത് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു കുക്കറിലേക്ക് ഇടുക. ഇട്ടിട്ട് ഒരു 2-3 ഗ്ലാസ് വെള്ളം ഒഴിച്ച് അതിനെ അടുപ്പിലേക്ക് കുക്കർ അടച്ച് വെച്ച് വിസിലിട്ട് അടുപ്പിലേക്ക് വയ്ക്കുക. അതവിടെ റെഡിയാകുന്ന സമയം കൊണ്ട് വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്ത് മാറ്റി വയ്ക്കുക. ക്യാരറ്റ്, ബീൻസ്, സവാള, പച്ചമുളക്, ഇഞ്ചി എല്ലാം കട്ട് ചെയ്ത് മാറ്റി വയ്ക്കുക. അതിനുശേഷം കുക്കറിൽ വേവാൻ വെച്ചിരുന്ന ഉരുളക്കിഴങ്ങിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റി തണുക്കാനായി വയ്ക്കുക. അതിനുശേഷം ഒരു പാൻ എടുത്ത് അടുപ്പിൽ വെച്ച് അത് ചൂടായതിന് ശേഷം അതിലേക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായതിന് ശേഷം അതിലേക്ക് 1/2 സ്പൂണ് കടുക് ഇട്ട് കൊടുക്കുക. കടുകിട്ട് പൊട്ടിയതിന് ശേഷം അതിലേക്ക് ഒരു 3 ഉണക്കമുളക് പിച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം കടലപ്പരിപ്പ് 1 സ്പൂൺ കടലപ്പരിപ്പ് ഇതിലേക്ക് ഇടുക. 1 സ്പൂൺ ഉഴുന്ന് അതും ഇതിലേക്കിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കുക. ചെറുതായിട്ടൊന്ന് മൂക്കണം, അതുവരെ രണ്ടും നന്നായിട്ടൊന്ന് ഇളക്കുക. അതിനുശേഷം കുറച്ച് കറിവേപ്പില ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. കടലപ്പരിപ്പും ഉഴുന്നും ഒക്കെ ഒന്ന് ഗോൾഡൻ കളറാവണം, അതുവരെ അതിനെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ്, സവാള, ഇഞ്ചി, പച്ചമുളക് എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട് എല്ലാം കൂടി ഒന്ന് വഴറ്റുക. വെജിറ്റബിൾസൊക്കെ ഒരു 3/4 വേവായതിന് ശേഷം അതിലേക്ക് 1 സ്പൂൺ ഉപ്പുപൊടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലേക്കിട്ട് അതും കൂടി നന്നായിട്ട് ഇളക്കുക. എല്ലാം ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. അതിന് ശേഷം ഈ പുഴുങ്ങി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങിനെ നന്നായിട്ട് ഉടച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എല്ലാം കൂടി മിക്സ് ചെയ്യുക. എന്നിട്ട് വലിയ വലിയ കഷ്ണങ്ങളെല്ലാം ഉള്ള ഉരുളക്കിഴങ്ങിനെ ഒന്ന് തവി ഉപയോഗിച്ച് ഉടച്ച് കൊടുക്കുക. ഒരു സ്പൂൺ കുരുമുളക് പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ടെല്ലാം കൂടി നന്നായിട്ട് ഇളക്കുക. ഞാനിവിടെ വെള്ളത്തിന് പകരം പാലാണ് ഒഴിക്കുന്നത്, അപ്പോൾ ടേസ്റ്റ് കുറച്ചുകൂടെ കൂടും. കുറച്ച് പാലൊഴിച്ച് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം കുറച്ച് നേരം അടച്ചിട്ട് വേവിക്കുക. അതിനുശേഷം ബാക്കിയുള്ള പാലും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും ഇട്ട് കൊടുക്കുക. ഈ കറിയെ പാനിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് മാറ്റുക. അതിനുശേഷം കുറച്ച് കോൺഫ്ലവർ ഒന്ന് വെള്ളത്തിൽ കലക്കി ഒന്ന് ഒഴിച്ച് കൊടുക്കുക. ഒന്ന് കുറുകി വരുന്നതിന് വേണ്ടി അതും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കുക. പൂരി മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പൂരിയുടെ ഒക്കെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റുള്ള കറിയാണ്.